സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിസിക്കെതിരെ കോടതിയെ സമീപിക്കാൻ രജിസ്ട്രാർ. സർവകലാശാല കവാടത്തിന് മുന്നിൽ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി എസ്എഫ്ഐ. രാജ്ഭവനിലേക്ക് ഇന്നും മാർച്ച് നടത്തും. വിസിയുടെ അധിക ചുമതല നൽകിയ സിസ തോമസിനെതിരെയും പ്രതിഷേധത്തിന് സാധ്യത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന റിപ്പോർട്ടിൽ നടപടികൾ ലളിതമാക്കണമെന്നും നിർദ്ദേശം. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം ചട്ടവിരുദ്ധമെങ്കിലും നടപടി വേണ്ടെന്നും 4 അംഗ സമിതി. തുറന്നു പറച്ചിലിൽ ഗുണമുണ്ടായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും ഡോക്ടർ ഹാരിസ്. ആലപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത് മകളുടെ രാത്രിയാത്രയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. കേസിൽ വീട്ടിലുള്ള കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. കൊലപാതക വിവരം വീട്ടുകാർ മറച്ചുവെച്ചെന്ന് പോലീസ്. ിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സ. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇന്തോനേഷ്യയിലെ ബാലിയിൽ ഫെറി ബോട്ട് മുങ്ങി 4 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. ബോട്ടിൽ ഉണ്ടായിരുന്നത് ജീവനക്കാർ ഉൾപ്പെടെ 65 പേർ. കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്നു. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 310 റൺസ് എന്ന നിലയിൽ. സെഞ്ചുറിയോടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും ക്രീസിൽ. ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ആകാശ്ദീപ് സിംഗ് ടീമിൽ. ഇംഗ്ലണ്ടിനായി 2 വിക്കറ്റ് വീഴ്ത്തി ക്രിസ് വോക്സ്.